Hi friends, welcome to Sakshi Kitchen. ഇനി ഞാൻ വന്നിരിക്കുന്നത് നെയ്യപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല രുചിയുള്ള തനിനാടൻ രീതിയിൽ ചെയ്തെടുക്കുന്ന നെയ്യപ്പമാണ്. അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. നെയ്യപ്പം തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ അരി കുതിർക്കാൻ ഇടുകയാണ്. 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ദോശയ്ക്കൊക്കെ അരിക്കുന്ന പച്ചരിയാണ്. ഏകദേശം 1 കിലോളം പച്ചരി ഉണ്ട് ഇത്. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. 6-7 മണിക്കൂർ ഈ അരി നല്ലോണം കുതിർത്തി എടുക്കണേ. ഇനി ഇതൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ ഇവിടെ അരി നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ അരിയിലെ വെള്ളം കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിൻ്റെ പകുതി അരി ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലോണം കളഞ്ഞിട്ട് വേണം അരി ഇടാൻ. പകുതി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർക്കാം. 1 കിലോ അരിക്ക് വേണ്ടിയിട്ട് 600 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്തതാണ്. ശർക്കര അരിച്ചെടുത്തിട്ട് മാത്രമേ അരിയിലേക്ക് ഇട്ട് കൊടുക്കാവൂ. കാരണം ചില ശർക്കരയിൽ കല്ലും മണ്ണും അഴുക്കുമൊക്കെ കാണും. ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. കപ്പിലാണെങ്കിൽ ശർക്കര 2 കപ്പ് നിറച്ചെടുക്കുക. ശർക്കരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഒതന്റിക് രീതിയിൽ നമ്മൾ നെയ്യപ്പം തയ്യാറാക്കുന്നത് കരിപ്പട്ടിയിലാണ്. എൻ്റെ കയ്യിൽ കരിപ്പട്ടി ഇല്ലാത്തതുകൊണ്ട് നാടൻ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 7-8 ഏലക്കയും കൂടെ ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് വരാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നെയ്യപ്പത്തിന് അരയ്ക്കുമ്പോൾ ഫൈനായിട്ട് ഒരിക്കലും അരയ്ക്കരുത്. കുറച്ച് തരി വേണം, ചെറിയ തരി. ഇതുപോലെ വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. ചെറിയ റവയുടെ പോലത്തെ തരി വേണം. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും ഒന്നുകൂടെ ഒന്ന് കുറുകി വരുവേ. ഇനി ഇതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് കറുത്ത എള്ള് ചേർക്കാം. എള്ളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ്. ഇത് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഏലക്കാപ്പൊടിയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇളക്കിയെടുക്കുക. ഈ നെയ്യപ്പമാണെങ്കിൽ അകം നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു നെയ്യപ്പമാണ്. ഇതിൽ ഞാൻ ഗോതമ്പ് പൊടിയോ മൈദയോ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പമാണ് ഇത്. ഇനി ഇത് നമുക്ക് 6-7 മണിക്കൂർ മാറ്റി വയ്ക്കാം ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പം തണുപ്പുള്ള സമയത്താണെങ്കിൽ ഫെർമെൻ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് 8-10 മണിക്കൂർ വേണ്ടി വരും. പിന്നെ നെയ്യപ്പം ശരിയായി കിട്ടാത്തത് ഫെർമെൻ്റ് ആയി വന്നിട്ടില്ലെങ്കിലും അതുപോലെ തന്നെ ഓവർ ഫെർമെൻറ്റേഷൻ ആയാലും നെയ്യപ്പം ശരിയാവത്തില്ല. പിന്നെ നെയ്യപ്പം ചുട്ടെടുക്കുന്ന പാത്രം നല്ല അടികൊട്ടിയുള്ളതായിരിക്കണേ. പിന്നെ നെയ്യപ്പത്തിൻ്റെ മാവ് ഇഡ്ഡലി മാവിനെക്കാട്ടിലും സ്വല്പം ലൂസുമായിട്ട് വേണം ഇരിക്കാൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ 6-7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ മാവ് കട്ടിയായിട്ടാണ് ഉള്ളത്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോഴിത് ഒന്നുകൂടെ ഒന്ന് ലൂസ് ആകും. ആദ്യം തന്നെ നിങ്ങൾ കട്ടിയാണെന്നും പറഞ്ഞിട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കരുത്. ഇപ്പം ഇത് സ്വല്പം കട്ടിയിലാണ് ഈ മാവിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. മാവ് ലൂസാക്കാൻ വേണ്ടിയിട്ട് ശർക്കരപ്പാനി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഇനി ഇത് നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. ഓരോ വട്ടം അപ്പം ചുട്ടെടുക്കുമ്പോഴും ഈ മാവ് നല്ലോണം കലക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അതല്ലെങ്കിൽ തരിയുള്ള മാവ് അടിയിൽ അടിഞ്ഞു കിടക്കും. അപ്പോൾ നല്ലോണം കലക്കി എടുത്തിട്ട് വേണം ചുട്ടെടുക്കാൻ. എന്നിട്ട് ഇതുപോലെ കലക്കിയെടുക്കുക. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നെയ്യപ്പം ചുട്ടെടുക്കാനുള്ള മാവ് ഇരിക്കാൻ. ഇനി ഇതിൻ്റെ നെയ്യപ്പം നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ നെയ്യപ്പം നെയ്യിലായിരുന്നു ചെയ്തെടുക്കുന്നത്. അപ്പം എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രമേ നെയ്യപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നെയ്യപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഉടനെ തന്നെ തിരിച്ചിടരുത്. അതിൻ്റെ മുകളിലേക്ക് എണ്ണ ഇതുപോലെ ഒരു സ്പൂണ് കൊണ്ടിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തിരിച്ചിടാം. അപ്പം നെയ്യപ്പം പൊങ്ങിയതിന് ശേഷം ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലാക്കി വെച്ചിട്ട് വേണം എടുക്കാൻ. അതല്ലെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടത്തില്ല. അപ്പം നെയ്യപ്പം മൂത്ത് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നെയ്യപ്പത്തിൻ്റെ മാവ് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം കൂട്ടി വയ്ക്കുക. അത് പൊങ്ങി വന്നതിന് ശേഷം പിന്നെ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള നെയ്യപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നെയ്യപ്പം എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്.
നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു നെയ്യപ്പമാണ്. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. അതിൻ്റെ ഉൾഭാഗം നോക്ക് നല്ലോണം ആരെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണിത്. ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.